കുബേരൻ എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ എൻ്റെ ഒരു ജീവിതത്തിലൊരു വഴിത്തിരിവാന്ന് പറയാം. കാരണം കുബേരൻ സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് നമ്മുടെ നടൻ ദിലീപ് എന്നോട് പറയുന്നത്. അന്നാണ് എനിക്ക് ജെമിനി പടത്തിലേക്ക് ഒരു ചാൻസ് വന്നിരിക്കുക. ചരൺ സാറ് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കുറേ 2 പടത്തിൽ അഭിനയിച്ചിട്ട് ആ പടം ഒന്നും ഓടാതെ വന്നപ്പോൾ തമിഴ് പിന്നെ വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു അവസരം എന്നെ തേടി വരുന്നത്. അപ്പോൾ ദിലീപാണ് എന്നെ നിർബന്ധിച്ചത്, നീ ആ പടത്തിന് പോയി ചെയ്യണം. അങ്ങനെയാണ് ജെമിനി എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കുന്നത്. ആ പടത്തിൽ അഭിനയിക്കുന്ന അതേ സമയത്ത് തന്നെ ഇവിടെ ജയസൂര്യയുടെ ഒരു പുതിയ ചിത്രമാണ് ആ ജയസൂര്യ ഊമയായിട്ട് അഭിനയിച്ചൊരു പടം. ആ പടത്തിൽ ജയസൂര്യ കാവ്യമാധവനൊക്കെ അതിൽ അഭിനയിക്കാൻ വിനയൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെല്ലാന്ന് വാക്കും കൊടുത്തു, ഡേറ്റൊക്കെ പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ജയസൂര്യയുടെ കാല് ഒരു ഫൈറ്റ് രംഗത്ത് ഓടണ രംഗത്ത് കാലൊടിഞ്ഞു. അപ്പോൾ വിനയൻ സാറിനെ വിളിച്ച് പറഞ്ഞു, മണി അപ്പോൾ നമ്മൾ ആ പറഞ്ഞ മാതിരി ഡേറ്റ് കുറച്ച് മാറൂടാ, ജയൻ്റെ കാല് ഒടിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് നീ വേറെ പടം ഏതാണെന്ന് വെച്ചാൽ ബുക്ക് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ സലീം കുമാർ ചെയ്യേണ്ട വേഷമായിരുന്നു കുബേരനിൽ ഞാൻ ചെയ്യുന്നത്, സുന്ദരൻ സാറിൻ്റെ പടത്തിൽ. അങ്ങനെ ഞാൻ ഈ പടത്തിൽ പോയി ജോയിൻ ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ജയസൂര്യക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു പടമാണ്. അവനത് മിസ്സാക്കില്ല. ജയസൂര്യയുടെ കാല് ശരിയാവാണ്ട് തന്നെ വിനയൻ സാറിനോട്, സാർ എൻ്റെ കാലൊക്കെ ശരിയായി, നമുക്ക് ഷൂട്ടിംഗ് വേണം തുടങ്ങാമെന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിനയൻ സാറ് വിളിച്ചപ്പോൾ എനിക്ക് ആ പടത്തിൽ പോകാനും പറ്റിയില്ല. അത് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമായി മാറി. പക്ഷേ ആ പ്രശ്നം നേരെ എന്ത് ചെയ്തു, ഈ ജെമിനി എന്ന് പറഞ്ഞ പടത്തിലേക്കുള്ളൊരു വഴിതിരിവായി എന്നുള്ളതാണ്. അങ്ങനെ ദിലീപിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ജെമിനിയിൽ നമ്മൾ കരാറ് വയ്ക്കുന്നതും അഭിനയിക്കുന്നതും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തമിഴ് ചിത്രങ്ങൾ